തൃശൂർ മൂടിക്കോട് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവം. കാരണം ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡിലെ കുഴിയാണ്. 100 കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിൽ അപകടം കൺമുന്നിലാണ്. സർവീസ് റോഡിൽ രൂപപ്പെട്ട ഒരു കുഴി മഴക്കാലത്ത് വലുതായതാണ് പ്രശ്നം. അധികൃതർ വേണ്ട സമയത്ത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മുടിക്കോട് ജംഗ്ഷനിൽ ഈ കാണുന്ന ഗതാഗതക്കുരുക്ക് ഉണ്ടാകില്ലായിരുന്നു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സെന്ററിൽ ഒരാഴ്ചയിലേറെയായി പ്രശ്നം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 4 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അന്ന് ചെമ്പൂത്ര വരെ വാഹനങ്ങളുടെ നിര നീണ്ടപ്പോൾ അത്യാസന്ന നിലയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് പോലും വഴിയിൽ കിടക്കേണ്ടി വന്നതായി പ്രദേശവാസികൾ പറയുന്നു. ദിവസം അവരുടെ കോറിയസ്റ്റ് അടിക്കാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ലേബർ ഇല്ലാത്ത കാരണം അവർ ഇന്നലെ ചെയ്യാറ് ഇന്ന് വരാമെന്ന് പറഞ്ഞു. ഇന്ന് 5 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ ഇത് സാധനങ്ങളൊക്കെ ഇല്ല. ഇങ്ങനെ കുറേ സ്കൂൾ പിള്ളേർ, ജോലിക്ക് പോകുന്നവർ, അതേപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസുകളൊക്കെ എല്ലാവരും ബ്ലോക്കിൽ പെട്ടെടുക്കുകയാണ്. പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ 200 മീറ്റർ ദൂരം സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അവിടെയാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് കിണറുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടെയെന്നും നാട്ടുകാർ പറയുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലെ കുഴിയുടെ വ്യാപ്തി ദിവസേന വലുതാവുകയാണ്. എന്നാൽ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കുഴിയടയ്ക്കാനോ ടാറിംഗ് നടത്താനോ കരാർ കമ്പനി തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം. ന്യൂസ് മലയാളം, തൃശൂർ.